എവിടായിരുന്നോ? ഒന്നും പറയണ്ട, ബില്ല് കിട്ടാൻ കുറെ ലേറ്റായി. ലേറ്റാവും സ്വാഭാവികമാണല്ലോ അതൊക്കെ. അപ്പൊ നമുക്ക് പോവാം. ഏട് വണ്ടി എന്തുവാടോ ഇത്? എന്തോടോ ഇത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ കൊല്ലോ നിങ്ങള്? മനുഷ്യന്റെ തലയും ഇവിടെ എന്തുവാടോ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ആരാണോ നിങ്ങളെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്? ആരാണ്ട് വട്ടം ചാടിയത്? വട്ടം ചാടി പിന്നെ സയൻസിന്റെ തലവേദന മാറ്റി എന്റെ തലയല്ലേ അവളെ ന്യൂട്ടൻ ആരോ കണ്ട വട്ടം ചാടിയത്. എന്റെ തലവേദന അപ്പൊ എന്താണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്? ഒരു വസ്തു ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അതേ അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ വസ്തുവിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ പ്രവണതയ്ക്കാണ് നമ്മൾ ജഡത്വം എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനായിട്ടൊരു പ്രവണത ഉണ്ടാവും. അതാണ് നിശ്ചല ജഡത്വം. ഇനി ഒരു വസ്തു ചലനത്തിലാണെങ്കിൽ, മോഷനിലാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് ആ ഒരു ചലനാവസ്ഥ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇവിടെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നമ്മുടെ ബോഡി എന്ത് അവസ്ഥയിലായിരുന്നു? നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് ആ വണ്ടി എടുത്ത സമയത്ത് നമ്മുടെ ബോഡി മോഷനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അതിനോടൊരു താല്പര്യം ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡിക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനാണ് ഒരു താല്പര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ നമ്മൾ പിന്നിലേക്ക് പോയത്. ഓക്കെ, ഇനി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചേ? സഡൻ ബ്രേക്ക് ഇടുന്നതിന് മുന്നേ വരെ നമ്മുടെ ബോഡി ഏതവസ്ഥയിലായിരുന്നു? മോഷനിലായിരുന്നു അല്ലെങ്കിൽ ചലനാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡി നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അതിനോട് താല്പര്യമില്ല. നമ്മുടെ ബോഡിക്ക് വീണ്ടും മുന്നോട്ട് ചലിക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ എങ്ങോട്ട് വന്നത്? മുന്നോട്ട് ആഞ്ഞു പോയത്. ഇത് PSC പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ പെട്ടെന്ന് മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു അല്ലേ? ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ഇത് നിശ്ചല ജഡത്വത്തിന്റെ ഉദാഹരണമാണ്. കാരണം ആ മാങ്ങ നിശ്ചലാവസ്ഥയിലായിരുന്നു അല്ലേ? പെട്ടെന്ന് കുലുക്കിയ സമയത്ത് അതിന് ചലനാവസ്ഥയിലേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് പെട്ടെന്ന് ഞെട്ടറ്റ് താഴേക്ക് വീണത്. ഇനി ഈ ഒരു അത്ലറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഈ ഫിനിഷിംഗ് ലൈനിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കൂ. പെട്ടെന്ന് ആ ഒരു ഫിനിഷിംഗ് ലൈൻ എത്തുമ്പോൾ തന്നെ അയാൾക്ക് അവിടെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കുറച്ചുകൂടി ദൂരം മുന്നോട്ട് ഓടിയിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ചലന ജഡത്വമാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഏതവസ്ഥയിലായിരുന്നു? ചലനാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അതിന് നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി സ്റ്റെപ്സ് വച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അപ്പൊ ചലന ജഡത്വത്തെയും നിശ്ചല ജഡത്വത്തെയും ചേർത്ത് നമുക്ക് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയാം. ഇനി ഈ ജഡത്വം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലി ആണ്. പിന്നെ നമ്മുടെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളില്ലേ, ഇതിൽ ഒന്നാം ചലന നിയമം ജഡത്വ നിയമം എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. പിന്നെ വസ്തുക്കളുടെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൽ അനുഭവപ്പെടുന്ന ജഡത്വം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതെ, ക്ലാസ് കഴിഞ്ഞല്ലോ. വണ്ടിയെടു, എനിക്ക് കഴിക്കാം. പോട്ട് വണ്ടി എടുക്കടോ. അതെ, എന്തുവാ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലടോ. ബെസ്റ്റ്. തള്ളാണ്ട് വരുവോ? ഒന്ന് ഇറങ്ങി തന്നെ തള്ളി. എനിക്ക് ഒന്ന് ബാറ്ററിയുടെ ആയിരിക്കും. ഒന്ന് തള്ളി. എനിക്ക് ഇറങ്ങി തള്ളാനൊന്നും വയ്യ. ഞാൻ വേണമെങ്കിൽ വണ്ടിക്കകത്ത് തള്ളിക്കോളാം. കൊണ്ട് തള്ളുന്ന കാര്യമല്ല പറഞ്ഞത്. വണ്ടി അനങ്ങണം. ഒന്ന് പുറത്തിറങ്ങി തള്ളുവോ? വണ്ടിക്കകത്ത് തള്ളിയാ നീങ്ങത്തില്ലേ വണ്ടി? വണ്ടി അനങ്ങൂല. അതിന് ഫിസിക്സിൽ പഠിക്കാനില്ലേ അതൊക്കെ? ആന്തരിക ബലങ്ങൾക്കേ വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയില്ല. അതായത് ഇന്റേണൽ ഫോഴ്സിന് ഒരു വസ്തുവിനെ അനക്കാൻ പറ്റില്ല. നമ്മളൊരു വസ്തുവിനെ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഹ്യം, അതായത് പുറത്തു നിന്നൊരു ബലം കൊടുക്കണം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമേ ഒരു വസ്തുവിനെ അനക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇറങ്ങി തള്ളിക്കും. ആ CID മുസലോട്ട് വണ്ടിക്കകത്ത് തുളയിടണോ? അത് ഞാൻ തൊള. നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് ഇരിക്കാം, നിങ്ങൾ രണ്ടാളും ഇറങ്ങി തള്ളിക്കോ. വാ ഇറങ്ങി വാടോ വാടോ. തള്ളട്ടെ? തള്ളിക്കോ. നിങ്ങളിത് എവിടെ പോയി കിടക്കുവാടോ? അല്ല, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന്, ഫ്രണ്ടിൽ നിന്ന്, ബാക്കിൽ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ ഈ വണ്ടി അനങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് സൈഡിൽ നിന്ന് തള്ളിയ സമയത്ത് അവിടെ ഈക്വൽ ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലമാണ് അനുഭവപ്പെട്ടത്. നമ്മൾ രണ്ട് വശത്തു നിന്ന് ഒരേ തുല്യ ബലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുക്കളെ ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ ഈക്വൽ ഫോഴ്സ് കൊടുത്താൽ വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റില്ല. നമ്മളൊരു എന്ത് കൊടുക്കണം? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അസന്തുലിത ബലം കൊടുക്കണം. അതായത് അൺഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താൽ മാത്രമേ വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? ഇന്റേണൽ ഫോഴ്സ്, ഉള്ളിലിരുന്ന ഒരു ബലം കൊടുത്താലും വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു സന്തുലിത ബലം കൊടുത്താലും വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അസന്തുലിത ബാഹ്യബലം അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വസ്തുക്കളെ ചലിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഫിസിക്സ് സമയത്ത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. രണ്ടുപേരും ഒരു സൈഡിൽ നിന്ന് പോയി തള്ളിക്കേ. വാടോ, നമുക്കൊന്നും അറിയത്തില്ലെന്നാണ് വിചാരം. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് അവിടെ പറഞ്ഞത്. പിന്നല്ലാതെ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. Every action has an equal and opposite reaction.